കിടക്കാൻ കട്ടിലില്ലാതെ നിലത്ത് തണുത്തുവിറച്ച് കിടന്നുറങ്ങിയിരുന്ന അട്ടപ്പാടി ആനവായ് LP സ്കൂളിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി റോട്ടറി ക്ലബിന്റെ സഹായം. കുട്ടികളുടെ ദുരിതാവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് ഹോസ്റ്റലിലേക്ക് കട്ടിലും കിടക്കയും പുതപ്പും നൽകിയാണ് റോട്ടറി ക്ലബ് കുട്ടികൾക്ക് ആശ്വാസമായി എത്തിയത്. റിപ്പോർട്ടർ ഇമ്പാക്ട്. അട്ടപ്പാടി ആനവായ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയെക്കുറിച്ചുള്ള ദുരിതാവസ്ഥ റിപ്പോർട്ടർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. കൊടും തണുപ്പുള്ള ആനവായിൽ വെറും നിലത്താണ് കുട്ടികൾ കിടന്നിരുന്നത്. ദുരിതം സഹിക്കാനാവാതെ കുട്ടികൾ പലരും പഠനം നിർത്തി പോയതായും കണ്ടെത്തി. ഇതേ തുടർന്നാണ് റോട്ടറി ക്ലബ് കല്ലടിക്കോട് യൂണിറ്റ് ഇവിടുത്തെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് സഹായവുമായി രംഗത്തെത്തിയത്. ഇന്നലെ ആനവായ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഹോസ്റ്റലിലേക്കുള്ള കട്ടിലും കിടക്കയും പുതപ്പും റോട്ടറി ക്ലബ് സഹായകമായി നൽകി. ഇതുവരെ വെറും നിലത്ത് കിടന്നിരുന്ന കുട്ടികൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഇത്. അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ആനവായ് സ്കൂളിന് ഇനിയും സഹായങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് റോട്ടറി ക്ലബ് പ്രസിഡന്റ് അനൂപ് വർക്കി പറഞ്ഞു. ഇപ്പോൾ കുട്ടികൾക്ക് കുടിവെള്ളത്തിനുള്ളൊരു ടാങ്ക് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്, അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളിൽ നടന്ന ചടങ്ങ് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി രേശൻ ഉദ്ഘാടനം ചെയ്തു. പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആനവായ് സ്കൂളിൻ്റേതുൾപ്പെടെ അട്ടപ്പാടിയിലെ പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളുടെ വികസനത്തിന് ഊന്നൽ നൽകുമെന്ന് ഇവർ വ്യക്തമാക്കി. ത്രിതല പഞ്ചായത്തുമായി ആലോചിച്ചുകൊണ്ട് പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ ഹോസ്റ്റലുകൾക്ക് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഭരണസമിതി യോഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പറ്റുന്ന പോലെ ഈ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പ്രൊജക്റ്റ് വെച്ച് അവർക്ക് ചെയ്തു തന്നെയായിരിക്കും. ITDP അട്ടപ്പാടി പ്രൊജക്ട് ഓഫീസർ വിമൽരാജ്, റോട്ടറി ക്ലബ് ബുള്ളറ്റിൻ എഡിറ്റർ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ആനവായ് ഹോസ്റ്റലിലെ പ്രധാന പ്രശ്നം പരിഹരിച്ചതിന്റെ ആശ്വാസത്തിലാണ് സ്കൂൾ അധികൃതരും. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ.